ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്ത്യനായിക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. ശക്തി ക്ഷയിച്ചവരെ ആകുലരാകാതെ അണയാമീ നിമിഷം. പാതി തകർന്നവരെ ശക്തി ക്ഷയിച്ചവരെ ആകുലരാകാതെ അണയാമീ നിമിഷം. രോഗികളെ ആകുലരെ ബന്ധിതരെ പീഡിതരെ യേശുവിനരികെ അണയാം. രോഗികളെ ആകുലരെ ബന്ധിതരെ പീഡിതരെ യേശുവിനരികെ അണയാം. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ.
തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 ആരാധന. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമിന്നിൽ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമിന്നിൽ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നു ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുമിൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ നിരന്തരമായി അനുഗ്രഹിച്ച് നമ്മളെ കാരുണ്യത്തോടെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ കുറവുകൾ നിറവുകളാക്കി അത്ഭുതത്തോടെ അനുഗ്രഹിച്ച് കരുണ കൊണ്ട് നമ്മളെ വാരിപ്പുണരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹിക്കുന്നവരെ, കർത്താവ് വലിയൊരു കൃപ നമ്മളിലേക്ക് നിറയുന്ന സമയമാണ്. അത്ഭുതത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും വലിയൊരു അടയാളത്തിന്റെയും അനുഗ്രഹത്തിന്റെ നിമിഷമാണിതൊക്കെ. ഈ നിമിഷങ്ങളൊക്കെ ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുന്നു. പ്രത്യേകമായി ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ കരുണ നൽകും, ഞാൻ കരുണയോടെ നിങ്ങളെ നോക്കും. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ വാഗ്ദാനം ചെയ്ത സമയം കൂടെയാണ്. 3 മണി സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും
ഇതാ ഞാൻ കരുണ ഒഴുകുന്നു. കർത്താവിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും ഫലത്തിന്റെ ശക്തിയാ നമ്മൾ ഓരോരുത്തരും കഴുകി വിശദീകരിക്കപ്പെടണം. ആ കരുണ നമ്മളിലേക്ക് ഒഴുകണം. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. നമ്മുടെ ഓരോരുത്തരുടെയും ആന്തരികമായും ബാഹ്യമായ കണ്ണുകൾ തുറക്കപ്പെടണം. ചില തെറ്റായ തെറ്റിദ്ധാരണകളിലേക്കും ചില തെറ്റായ ചിന്തകളിലേക്കും ചില തെറ്റായ ഓരോ അവസ്ഥകളിലേക്ക് നമ്മൾ ഓരോരുത്തരും കണ്ണോടിക്കുമ്പോൾ അതൊന്നുമല്ല സത്യം, ശരിക്കും അതൊന്നുമല്ല എന്ന് മനസ്സിലാക്കുവാനാണ്. തെറ്റായ ചിന്തകളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലുമ്പോൾ സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ ഓടുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ കണ്ണുകളിലെ നമ്മുടെ നയനങ്ങൾ തുറക്കുവാനുള്ള അനുഗ്രഹമാണ്. അതിനുവേണ്ടി കർത്താവിന്റെ തിരുശരീരത്തിന്റെ തിരുരക്തത്തിന്റെ തിരുജലത്തിന്റെ എല്ലാ യോഗ്യതകളും നമുക്ക് വേണം. കർത്താവിന്റെ ആ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ഈ കരുണയുടെ നിമിഷം ഈ ആലയത്തിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന അനേകായിരം മക്കള് ഓൺലൈനിൽ കൂടെയും മറ്റു രീതികളിൽ ഈ ശുശ്രൂഷകളിലൂടെ പങ്കെടുക്കുന്ന അനേകായിരം മക്കളിലേക്ക് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ഈ നിമിഷം ചൊരിയപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളിലേക്ക് ഈശോയുടെ കരുണ ഈ നിമിഷം ഒഴുകുകയാണ്. എന്ത് തന്നെ നിയോഗമാണെങ്കിലും ദൈവത്തിന്റെ കരുണ ഈ നിമിഷം നിങ്ങളിലേക്ക് ഒഴുകുകയാണ്. വിശുദ്ധരായി ജീവിക്കുവാനുള്ള കൃപ നിങ്ങളിലേക്ക് വർഷിക്കപ്പെടുകയാണ്. വിശ്വസിച്ചു. കാരണം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ സമയമാണ്. കർത്താവ് വാഗ്ദാനം ചെയ്തതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും യോഗ്യരാകുക. നമ്മൾ ഓരോരുത്തരും യോഗ്യരായി മാറുകയാണ് ഈ നിമിഷം. കർത്താവിന്റെ കരുണയുടെ വാഗ്ദാനം ഏറ്റെടുക്കാം നമുക്ക്. ഈ ശുശ്രൂഷ അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അനേകായിരങ്ങൾക്ക് പങ്കിടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ ഈ ശുശ്രൂഷയെ കുറിച്ച് അറിയിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ കൂടെയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തോ ഒക്കെ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവാനുഗ്രഹം കരുണയായി കൃപയായി ഈ നിമിഷം നിറയുന്നു. സ്വീകരിക്കാം. കാരണം കർത്താവ് നിരന്തരമായി നമ്മളെ കൂടെ കൊണ്ടു നടക്കുന്നതിന്റെ അനുഗ്രഹവും അടയാളവും സ്വീകരിക്കുന്ന സമയമാണ് കരുണയുടെ സമയം, കൃപയുടെ സമയം, ഈശോയുടെ വാഗ്ദാനത്തിന്റെ സമയം. ഈ സമയത്തായിരിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ച ഈ ഭാഗ്യത്തെ ഓർക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം ഞങ്ങളെ പോറ്റുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം കരുണ പൊഴിയുന്നു. ഈശോയെ, നിന്നിലേക്കല്ലാതെ ഞാൻ ആരിലേക്കാണ് ചായുക? ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായി നമ്മുടെ ഏത് നിയോഗമാണെങ്കിലും നമുക്ക് ഈശോയുടെ മുൻപിൽ സമർപ്പിക്കാം. ചിലപ്പോൾ ചിലർ പ്രാർത്ഥിക്കുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, ഒരു നന്മ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ചിലർ പ്രാർത്ഥിക്കുന്നത് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയായിരിക്കും. ചിലർ പ്രാർത്ഥിക്കുന്നത് ഒരു പരീക്ഷാ വിജയത്തിന് വേണ്ടിയായിരിക്കും. ചിലർ പ്രാർത്ഥിക്കുന്നത് പുതിയ ജോലിക്ക് വേണ്ടിയായിരിക്കും. ചിലർ പുതിയ ജീവിതാന്തസ്സിന് വേണ്ടിയായിരിക്കും. പുതിയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയായിരിക്കും. ചിലർ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ജീവിത പങ്കാളികൾക്ക് വേണ്ടിയായിരിക്കും. നല്ല കുടുംബം ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും ചിലർ പ്രാർത്ഥിക്കുക. ചില മക്കള് പുതിയ ജോലി, പുതിയ ജീവിത മേഖലയിലേക്ക് തിരിയുവാനുള്ള ബുദ്ധിമുട്ട് മാറാൻ, നല്ലൊരു ജീവിതത്തിലേക്ക് തിരിയുവാനുള്ള അനുഗ്രഹത്തിനായിരിക്കും. ചില മക്കള് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറാനായിട്ടായിരിക്കും. ചില മക്കളിലേക്ക് ജോലി തടസ്സങ്ങളിലൊക്കെ മാറുവാൻ വേണ്ടിയായിരിക്കും. ചില മക്കൾ യാത്രാ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടിയായിരിക്കും. ഏത് തരം നിയോഗമാണെങ്കിലും ചില മക്കള് ആത്മീയമായ ബുദ്ധിമുട്ടുണ്ട്, അത് മാറാനായിരിക്കും. ചില മക്കള് ചില പാപ അവസ്ഥകള് കഴുകി വിശദീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും. ചില മക്കള് ചില ധ്യാനങ്ങളിൽ പങ്കെടുത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയായിരിക്കും. ഏത് തന്നെ നിയോഗമാണെങ്കിലും ഇന്ന് ഈശോയുടെ കരുണയ്ക്ക് വിട്ടുകൊടുത്തു. ഏത് തന്നെ നിയോഗമാണെങ്കിലും കർത്താവിന് കരുണയ്ക്ക് വിട്ടുകൊടുത്തു. കർത്താവ് അത് ഏറ്റെടുത്ത് നിനക്ക് അനുഗ്രഹമായി തിരിച്ചു നൽകും. കർത്താവ് അതിനെ 100 മേനിയായി നിനക്ക് തിരിച്ചു തരും. അനുഗ്രഹത്തിന്റെ മേനിയായി നീ വിശ്വസിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്താൽ മതി. എന്റെ കർത്താവെ, ഞാൻ വിട്ടു നൽകുന്നു, ഞാൻ വിട്ടുകൊടുക്കുന്നു, നിനക്ക് വേണ്ടിയാണ് ഞാൻ തരിക. കർത്താവെ, അങ്ങ് ഇതിനെ ഏറ്റെടുത്ത്, അങ്ങ് ഇതിനെ രൂപപ്പെടുത്തി, അങ്ങ് തന്നെ ഇതിനെ വിശുദ്ധീകരിച്ച്, അങ്ങ് തന്നെ ഇതിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് മനോഹരമാക്കി തീർക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവസന്നിധിയിൽ മനോഹരമായി തീരുവാൻ നമ്മുടെ ഈ പ്രാർത്ഥനകളും നിയോഗങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ഏറ്റവും വിശുദ്ധീകരണമായി തീരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ കരങ്ങൾ സൂചിപ്പിക്കുക, കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥന നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം. പ്രാർത്ഥന നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുത്ത് കർത്താവേ,
ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് അതിനെ നിറവാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾക്കിതൊരു നിറവായി മാറണം. നിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് ലഭിക്കുമെന്ന് ബോധ്യമുണ്ട്. കാരണം നീ വാഗ്ദാനം ചെയ്ത കരുണയുടെ സമയമാണ്. ചില വാഗ്ദാനങ്ങളിൽ കർത്താവിന്റെ അനുഗ്രഹം നിരന്തരമായി കടന്നു വരണമെങ്കിൽ നമ്മളെ തന്നെ കൊടുത്താൽ മതി. നമ്മളെ തന്നെ കൊടുത്താൽ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കും. കർത്താവെ, ഞാൻ പൂർണ്ണമായി എൻ്റെ ഈ മേഖലയെ സമർപ്പിക്കുന്നു. അങ്ങ് ഇത് ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച് കർത്താവിന്റെ കരുണ കൊണ്ട് നിറച്ച് ഞങ്ങളെ നിരന്തരമായി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ആ നിരന്തരമായ കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സമയമാണ്. നമുക്ക് എല്ലാവർക്കും ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, കർത്താവേ, നിന്റെ കരുണ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിയോഗത്തിന്റെ മേലുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ശബ്ദമുയർത്തി, സ്വരമുയർത്തി ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച നിയോഗങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി, കരുണ ലഭിക്കുവാൻ വേണ്ടി സ്വരമുയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഇത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. കർത്താവേ, നാളുകളായി നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലരുടെ മുൻപിലും ഈ നിയോഗത്തിന് വേണ്ടി കടന്നു ചെല്ലുന്നു. കർത്താവേ, ഇതൊന്നുമല്ല, ദൈവസന്നിധിയിൽ ഈ നിയോഗം എത്തിക്കഴിഞ്ഞാൽ അതിന് പ്രാർത്ഥനയുണ്ടെന്ന് വിശ്വസിച്ച് ഞങ്ങൾ നിന്റെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഈ നിയോഗത്തിന്റെ അനുഗ്രഹം കടന്നു നൽകി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ലവനായ ദൈവമേ, നിന്നോടല്ലാതെ മറ്റാരോടും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നിന്റെ മുൻപിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ പ്രാർത്ഥനകളെ ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നിരന്തരമായി ചൊരിയണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഈ ദിവസം കർത്താവിന്റെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നിരന്തരമായി നമ്മളിലേക്ക് വർഷിക്കപ്പെടുവാൻ, ഈശോയുടെ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കപ്പെടുവാൻ, നമ്മൾ പ്രാർത്ഥിച്ച ഈ നിയോഗങ്ങളിൽ ഈശോയുടെ കരുണ നിറയുവാൻ നമുക്കൊന്ന് ചേർന്ന് കർത്താവെ, നിന്റെ കരുണ ഞങ്ങളിൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയുടെ ജപമാല ചൊല്ലി നമ്മുടെ നിയോഗത്തെ ഈശോയുടെ കാൽപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ജനപിതാവേ, അങ്ങനെ നാം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിലും ഞങ്ങളെ രക്ഷിക്കണേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം
മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോരാതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ
അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസലസ്വതനും ജലനാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കും. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ജനനാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ അതിനുമേൽ നിറയും എന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്കെല്ലാവർക്കും സാധിക്കുന്ന രീതിയിൽ മുട്ടൂത്ത് നിന്നോ എഴുന്നേറ്റ് നിന്നോ കരങ്ങൾ വിരിച്ച് കർത്താവിന്റെ കരുണയുടെ അനുഗ്രഹം നമ്മുടെ നിയോഗത്തിൽ നിറയുവാൻ വേണ്ടി ഈ രഹസ്യം നമുക്ക് കർത്താവിന്റെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.
കർത്താവിൻ്റെ കരുണ നമ്മുടെ നിയോഗങ്ങളിൽ നിറയുവാനും നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരുണയുടെ അനുഗ്രഹം കൊണ്ട് സാധിച്ച് ലഭിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കും. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം കർത്താവിൻ്റെ കരുണയുടെ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാ നിയോഗങ്ങൾ നമ്മൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണയുടെ അനുഗ്രഹത്താൽ അത് സാധിച്ച് ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടെ ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. അമ്മ മാതാവിന്റെ മധ്യസ്ഥം തേടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സമാധാനത്തിൻ്റെ രാജ്ഞി, പരിശുദ്ധ ജപമാല രാജ്ഞി, കർത്താവിന്നമ്മേ ഞങ്ങൾക്കുമമ്മേ എല്ലാവർക്കും അഭയമാണമ്മേ. കർത്താവിന്നമ്മേ ഞങ്ങൾക്കുമമ്മേ എല്ലാവർക്കും അഭയമാമമ്മേ. അമ്മേ ഒന്ന് ചൊല്ലുമോ നിൻ സുതനോടൊന്ന് ചൊല്ലുമോ, അമ്മേ